ഇവങ്ങനെ കളിക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ. ഇവൻ്റെ എനിക്ക് തോന്നണ ലൈഫിലെ ട്രാജഡികൾ കൊണ്ടായിരിക്കും ഇവന് ഒരു പാവത്തൻ സ്വഭാവമായിപ്പോയത്. കുഞ്ഞിലെ അതിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പട്ടി എടുത്തുകൊണ്ട് വന്നതാണെന്ന് പറയുന്നു. പക്ഷേ മറ്റ് ആൾക്കാർ പറയുന്ന അത്ര വിശ്വസനീയവും അല്ല. തള്ളപ്പൂച്ചയുടെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പട്ടി എടുത്തുകൊണ്ട് വന്നതെന്ന് വേണമെങ്കിലും പറയാം അവർ. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ അസുഖമൊക്കെ കൂടായപ്പോഴും അന്നത്തെ പട്ടി കഴിച്ചില്ല ഒരു പ്രാവശ്യം നന്നായിട്ട് ഉരുട്ടിയവന്. നല്ല കാശും ചിലവായി അന്ന്. അതൊക്കെ കൊണ്ടവൻ മെൻ്റലി അത്ര ഇതല്ല. അവിടെ നിന്ന് വന്നിട്ട് ഇവിടുത്തെ കൈവരിയിൽ കയറിയിരിക്കുകയാണ് കുഞ്ഞു. മറ്റേ പൂച്ചയോ അന്ന് ഇതേപോലെ പട്ടി കടിച്ചിട്ട് ഇതേപോലെ ഒരു കൈവരി കയറിയിരുന്നാണ് നമുക്ക് കിട്ടിയത്. കുഞ്ഞു മുകളിൽ കയറി ഇരുന്നിട്ട് ഇത് ഇറങ്ങി വന്നു താഴോട്ട്. ഇപ്പം ഈ വളയമൊന്നും കണ്ടിട്ട് കുഞ്ഞുവിനത്ര രസമായിട്ട് തോന്നുന്നില്ല. കുറച്ച് നേരം കളിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ മൂഡ് ഓഫായി. കാരണം ലിയോപ്പി ഇറങ്ങി എങ്ങോട്ടാ പോയി. അതുകൊണ്ടാണ്. ഇപ്പോൾ അവിടെയൊക്കെ മണപ്പിച്ച് നടക്കുകയാണ്. എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ. കുഞ്ഞു ഞാൻ അങ്ങോട്ട് നോക്കി നിന്നതിൻ്റെ ഇടയിൽ താഴെ പോയിട്ട് ഓടി വരുന്നുണ്ട്. അവന് കളിക്കാനൊന്നും വലിയ പേര് കുഞ്ഞുവാണെങ്കിലും പെണ്ണ് കെട്ടാനൊക്കെ പരിവായ കേട്ടോ. അതിൻ്റെ ദോഷമൊക്കെ ഉണ്ട് അവന്. കണ്ട മറ്റേ ആൾ കയറി അകത്തോട്ട് ഓടി. എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കണ്ട് കാണോ അതുകൊണ്ടായിരിക്കും. നമ്മുടെ കുഞ്ഞ് മറ്റേ ഇതുണ്ടല്ലോ അത് മൂടി കുറച്ച് കിടക്കുകയാണ്. അവന് തണുപ്പടിച്ചെന്ന് തോന്നണം. ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര കാറ്റ്. ഈ ഡ്രസ്സൊക്കെ കിടന്ന് ആടുന്നുണ്ടോ, നല്ല കാറ്റുണ്ട്. അപ്പോൾ രാത്രി മുഴുവനും ഇങ്ങനെ കാറ്റും കാര്യങ്ങളും വീടിനകത്തൊന്നും വയ്ക്കാൻ പറ്റില്ല ചേട്ടാ. ഇറങ്ങി എല്ലായിടവും മൂത്രം ഒഴിച്ചൊക്കെ നാശമാക്കും. അതുകൊണ്ട് ആളിനെ ഇവിടെ ഇങ്ങനെ രാത്രി ഇന്നലെ മൂടി വയ്ക്കാനൊന്നും പറ്റിയില്ല. മൂടി വയ്ക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. മണ്ണെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്പിയിടാനും പുല്ല് കഴിക്കാനും അങ്ങനെയൊക്കെ ഇവൻ താഴെ ഇറങ്ങും. അതുകൊണ്ട് മൂടി വയ്ക്കാൻ പറ്റിയില്ല. രാത്രി ഞാൻ ഉറങ്ങാൻ നേരമായപ്പോൾ അവന് ഭക്ഷണം അപ്പോഴപ്പോഴ പനിയുണ്ടാടാ കുഞ്ഞിന്, പനിയുണ്ടാടാ? പനിയുണ്ടാടാ കൊച്ചേ? പനിയുണ്ടാടാ? പക്ഷെ മറ്റേ പൂച്ചകളെ കണ്ട അവൻ്റെ സ്വഭാവം ഉടനെ മാറും. ഇന്നലെ രാത്രി ഞാൻ കുറേ നേരം പിന്നെ മുറിക്കകത്ത് കൊണ്ടുവച്ചും കൊണ്ടിരുന്നു. കെട്ടി തന്നെ ഇട്ടിരുന്നത്. അങ്ങനെ എൻ്റെ അടുത്ത് കൊണ്ടുവച്ചും കൊണ്ട് കുറേ നേരമൊക്കെ എന്ന് വെച്ചാൽ അവനൊരു റിലാക്സ് ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവച്ചുകൊണ്ടിരുന്നു. ഇവിടെ കുറച്ച് ബ്ലഡിൻ്റെ ഇത് കറയൊക്കെ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇവൻ്റെ വാലിലുള്ള വാലിൽ നിന്ന് വന്നതാണെന്ന് അറിഞ്ഞൂടെ. അല്ലാതെ വേറെ അവരുടെ ഇൻഫെക്ഷനൊന്നും കാണാനൊന്നുമില്ല. അത് ഈ വാലിലുള്ള ഇൻഫെക്ഷൻ എവിടെ അത് ഇതാണ്. കുറച്ച് കുഞ്ഞു പതുങ്ങി വരുന്നുണ്ട്. ശരിയാവില്ല. എങ്കിൽ ഇവിടെ
മുറുമുറുത്തൊക്കെ ചാടും. തണുപ്പടിച്ചതിൻ്റെ ഇത് തന്നെയാണെന്ന് തോന്നണം കേട്ടോ. രാവിലെ അല്ലെങ്കിൽ മ്യാവ് മ്യാവ് ചെയ്തെടുത്ത് ചാടും താഴോട്ടൊക്കെ. അവൻ കണ്ണു തുറന്നു. ഇത്രയും നേരം നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. രാവിലെ അവൻ തൈരും ചോറും ഒക്കെ കഴിച്ചു. ഇതൊട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഇവൻ്റെ ഈ വാലിലുള്ള ഈ സംഭവം. ചിലപ്പോൾ ഇങ്ങനെ തലപൊക്കി നോക്കുന്നുണ്ട്. ഇത് വേണ്ട എന്ത് കാര്യമെന്ന് അറിയില്ല. ഇത് മുറിവ് കരിയും പിന്നെയും വരും അങ്ങനെ. ഇനി മോള് പറഞ്ഞ് ഇച്ചിരി വേപ്പൽ അരച്ച് തേച്ച് കൊടുക്കുക. നോക്കണം. ഇനി ഇവൻ്റെ സമയം പിന്നെ ഒരല്പം കൂടെ നീട്ടി കിട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച വരെ. അതുവരെ ഇവൻ്റെ വീഡിയോസ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഇവൻ്റെ ബാക്കി കാര്യങ്ങൾ അപ്പോഴത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് അറിയിക്കാം. ഇപ്പോൾ എന്തായാലും ഈ കുഞ്ഞൻ എന്നോടൊപ്പം ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. ഞാൻ പരമാവധി നോക്കി ഇവനെ എൻ്റെ കൂടെ ഒന്ന് വയ്ക്കാനേ. ഇവിടെ കൂടെ വയ്ക്കാൻ തന്നിരുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ തരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ. ഇത് ഇവന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇവൻ നല്ല ഒരു ചക്കര സ്വഭാവമാണ്. പക്ഷേ മറ്റേ പൂച്ചകളെ കണ്ടാൽ പിന്നെ ഇവന് പ്രാന്താണ്. ഇവന് പിന്നെ നമ്മളെയും കൂടെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ഏത് മനുഷ്യൻ നിൽക്കണമെന്ന് അവന് പിന്നെ തിരിച്ചറിഞ്ഞൂടാ. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് കുട്ടിക്ക്. അല്ലേടാ? അവൻ ഒറ്റയ്ക്കാണെങ്കിൽ അവൻ പുന്നാരമാണ് കേട്ടോ. മറ്റുള്ളവരെ വേറെ പൂച്ചകളെ കണ്ടാൽ, പെൺപൂച്ചയെ കണ്ടാലോ കുഞ്ഞുവിനെയൊക്കെ കണ്ടാലോ അവനെ പിന്നെ നമ്മളെ അങ്ങ് തിരിച്ചറിഞ്ഞുകൂടാ. നമ്മൾ പിന്നെ കൈയും കാലും അവൻ്റെ അടുത്ത് വയ്ക്കരുത്. അങ്ങനെ ഇവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. നിങ്ങൾ പിന്നെ വീഡിയോ കാണുക ഇടുമ്പോഴൊക്കെ. ബാക്കി കാര്യങ്ങൾ ഇവനെ ഞാൻ സേഫായിട്ട് എവിടെയെങ്കിലും ഏൽപ്പിക്കോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഞാൻ ഇവനെ അങ്ങോട്ട് പട്ടിയുടെ വായ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇവനെ സേഫായിട്ട് എവിടെയെങ്കിലും ഏൽപ്പിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ഇവൻ്റെ ഇവിടുന്ന് നാട് വിട്ട് നമുക്ക് ഷെൽട്ടറിലും മറ്റുമൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ അതൊക്കെ ഇവിടുത്തെ ഷെൽട്ടറുകാരൊക്കെ എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ് കേട്ടോ. പണ്ട് പൂച്ചക്കുഞ്ഞിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചോദിച്ചത് ഒരു പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോകണമെങ്കിൽ 5000 രൂപ. അപ്പോൾ ഈ വലിയ പിള്ളയെ കൊണ്ടുപോയി സ്ഥിരമായിട്ട് അവർ നോക്കണമെങ്കിൽ പറഞ്ഞത് 10,000-15,000 രൂപയെങ്കിലും ചോദിക്കും. അപ്പോഴത്തേക്ക് പിന്നെ അവർ നോക്കുമെന്ന് നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. അങ്ങനെ മലയാളികൾ ആരെങ്കിലും കിട്ടുക നമുക്ക് പിന്നെ നമ്മളുമായിട്ട് കോണ്ടാക്റ്റിൽ നിൽക്കാൻ പറ്റിയ ആരെങ്കിലും നല്ലതായിരുന്നു. നമുക്ക് പിന്നെയും വിളിച്ച് നമുക്ക് അന്വേഷിക്കാമല്ലോ, ഇവൻ ജീവനോടെ ഉണ്ടോ, ഇവന് എന്താണ് കാര്യം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ആരെയും കിട്ടുന്നില്ല, ആരും കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല. വീഡിയോയ്ക്ക് വലിയ വ്യൂസ് ഇല്ലല്ലോ. നമ്മൾ ഒരുപാട് ഷെയറുകൾ 10,000-കണക്കിന് വീഡിയോസ് ഈ ആൾക്കാർ കാണുകയാണെങ്കിൽ മാത്രമേ അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഹൈദരാബാദി മലയാളി ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുള്ളൂ. ഇല്ല, ഒരു 500 അല്ലെങ്കിൽ 1000-നകത്ത് മാത്രമേ വീഡിയോ പോകുന്നുള്ളൂ. അപ്പം ചുരുക്കം ആളുകൾ മാത്രം അവരുടെ കൈകളിൽ മാത്രമേ ഈ വീഡിയോ എത്തുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് അറിയാനും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാനും ഒന്നും ഇടയായിട്ടില്ല. അറിയില്ല അങ്ങനെ ആരെയും. പരമാവധി ചീത്തവിളി കേട്ട് ഇവനെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ തന്ന കമൻറ്റുകളൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ ചീത്തവിളി മാത്രമേ റെസ്പോൺസായിട്ട് കിട്ടുന്നുള്ളൂ. വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് 100 ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് വരണം. എനിക്ക് നല്ലതായിരുന്നു. എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അവൻ്റെ ഒരു സപ്പോർട്ടും കിട്ടുമായിരുന്നു. അവൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി, അവൻ സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അവനും പറയും. അങ്ങനെ എനിക്കൊരു സപ്പോർട്ടായിട്ടും അവൻ നിൽക്കുമായിരുന്നു. പക്ഷേ സമ്മതിക്കണില്ല. എന്ത് ചെയ്യേ, ഞാൻ വേറെ പിന്നെ ഇവനെ വളർത്തണമെങ്കിൽ ഒരുപാട് പൂച്ചകളെ വേണമെങ്കിൽ വാരിക്കൊണ്ടിട്ട് തരാം.
വേറെ ഒരു വീടും വാടകയ്ക്ക് എടുത്ത് പൊയ്ക്കൊള്ളാനാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിള്ളേരുടെ പഠിത്തമൊക്കെ അവസാന ഘട്ടത്തിലൊക്കെ ആയി നിൽക്കുന്ന സമയമാണ്. മോളെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മോന് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കധികം അടിയിടാനും ഒന്നും പറ്റത്തില്ല. ഒരു പൂച്ചയും കൊണ്ട് നമ്മളിപ്പം നാട്ടിൽ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ദൈവം അവനെ കാത്ത് പരിപാലിക്കട്ടെ എന്ന് പറയാം. നമുക്ക് ഇനിയും വേറെ ഒരു ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ നിർത്താം. കുഞ്ഞു രാവിലെ കുറേ ഇളക്കമൊക്കെ കാണിച്ചിട്ട് നിൽക്കുകയാണ്. നോക്കുകയാണ് ലിയോ എവിടെ ഇരിക്കുകയാണെന്ന് നോക്കുകയാണ്. വിളിയും ബഹളമാണ് കേട്ടോ. അപ്പോഴൊന്ന് വലിയ വായിൽ വിളിക്കും രാത്രിയാകുമ്പോഴായാലും. അതിനും ഇനി നല്ല വഴക്ക് കേൾക്കും. നേരത്തെ പോലെയല്ല, സ്വഭാവത്തിലൊക്കെ കുറച്ച് ചേഞ്ച് ഒക്കെ കാണിക്കുന്നുണ്ട്. മറ്റേ പൂച്ച വന്നതിന് ശേഷം ആദ്യമൊക്കെ സൈലൻ്റ് ആയിട്ടിരുന്ന് ഇപ്പോൾ ആണെന്ന് ഭയങ്കര വെളിയിലൊക്കെ പോവാനും അങ്ങനെയൊക്കെ. എന്നുവെച്ചാൽ ഒരുമാതിരി ഡിപ്രഷൻ പോലെ. വേറെ പിന്നെ ഇവിടെ പെൺപൂച്ചകളും മറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവനെന്തോ ഒരു അസ്വസ്ഥത, നിൽക്കാറ് എല്ലാം കൂടെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.